നമസ്കാരം. മദ്യപിച്ചെത്തുന്ന ജീവനക്കാരെ കണ്ടെത്താൻ കോതമംഗലം KSRTC ഡിപ്പോയിൽ പരിശോധന നടത്തിയ അധികൃതർ ശരിക്കും പെട്ടു. കാരണം ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ച് പരിശോധിച്ചപ്പോൾ വനിതാ ജീവനക്കാർ ഉൾപ്പെടെ എല്ലാവരും ഫിറ്റ്. രാവിലെ ഡിപ്പോയിലെത്തിയ ഉദ്യോഗസ്ഥർ 50-ലധികം പേരെയാണ് പരിശോധിച്ചത്. മദ്യം ഉപയോഗിക്കാത്തവരടക്കം മദ്യപിച്ചിരുന്നതായി പരിശോധനയിൽ കണ്ടെത്തി. ഇതേ തുടർന്ന് ജീവനക്കാരും ഉദ്യോഗസ്ഥരും തമ്മിൽ തർക്കമായി. തുടർന്ന് ഉദ്യോഗസ്ഥരും ഊതണമെന്നായി ജീവനക്കാർ. അങ്ങനെ ഇൻസ്പെക്ടർ രവി ഊതിയപ്പോൾ മദ്യത്തിന്റെ അളവ് 45%. രാവിലെ ഫിറ്റായി ബ്രത്ത് അനലൈസർ കാണിച്ചവരാരും തന്നെ മദ്യപിച്ചിരുന്നില്ല എന്നതാണ് വസ്തുത. ഒടുവിലാണ് മെഷീന് തകരാറാണെന്ന കാര്യം ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായത്. അതേസമയം പുലർച്ചെ 4 മുതൽ 8 വരെ പരിശോധന നടത്തിയപ്പോൾ കുഴപ്പമില്ലായിരുന്നുവെന്നും 8:05 മുതൽ പരിശോധിച്ചപ്പോഴാണ് ബ്രത്ത് അനലൈസർ കുഴപ്പം കാട്ടിയതെന്നും ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു. എന്നാൽ വിഷയത്തിൽ പ്രതികരിക്കാനില്ലെന്ന് കോതമംഗലം ഡിപ്പോ അധികൃതർ അറിയിച്ചു. ഇതോടെ പരിശോധന ഉപേക്ഷിച്ച് സംഘം മടങ്ങുകയായിരുന്നു. മദ്യപിച്ച് ജോലിക്കെത്തുന്നവരുടെ എണ്ണം കൂടുന്നു എന്ന പരാതി വ്യാപകമായതോടെയാണ് ബ്രീത്ത് അനലൈസർ ടെസ്റ്റ് നടത്താൻ KSRTC തീരുമാനിച്ചത്. കണ്ടക്ടർമാരെയും ഡ്രൈവർമാരെയുമാണ് പ്രധാനമായും പരിശോധനയ്ക്ക് വിധേയരാക്കിയിരുന്നത്. ഡ്യൂട്ടിക്ക് എത്തുന്ന വനിതകൾ ഒഴികെയുള്ള മുഴുവൻ ജീവനക്കാരെയും പരിശോധിച്ചിട്ട് അവർ മദ്യപിച്ചിട്ടില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ ഡ്യൂട്ടിക്ക് നിയോഗിക്കാവൂ എന്ന നിർദ്ദേശം ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ നൽകിയിരുന്നു. തലേ ദിവസം മദ്യപിച്ചിരുന്നാലും ടെസ്റ്റിൽ പരാജയപ്പെടും. അതിനാൽ പരിശോധനയിൽ നിന്ന് രക്ഷപ്പെടാൻ ഡ്യൂട്ടിക്ക് എത്താത്തവരും ഡിപ്പോയിൽ എത്തിയവർ തന്നെ പരിശോധനയ്ക്ക് വിധേയരാകാതെ കടന്നു കളയുകയും ചെയ്ത നിരവധി സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. തിരുവനന്തപുരത്ത് ഉൾപ്പെടെ ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേസമയം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ശമ്പളം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് ബ്രീത്ത് അനലൈസറിൽ ഊതാൻ KSRTC ഡ്രൈവർ വിസമ്മതിച്ച വാർത്തയും പുറത്തു വന്നിരുന്നു. ഞായറാഴ്ച രാവിലെ ഡ്യൂട്ടിക്ക് എത്തിയപ്പോൾ ഊതിക്കാൻ ബ്രീത്ത് അനലൈസറുമായി എത്തിയ ഉദ്യോഗസ്ഥനോട് KSRTC ഡ്രൈവർ വിനോദ് ജോസഫ് ആയിരുന്നു ഉറച്ച സ്വരത്തിൽ തന്റെ വിസമ്മതം അറിയിച്ചത്. ഊതുന്നില്ലെങ്കിൽ ബസ് ഓടിക്കേണ്ടെന്ന് ഡിപ്പോ അധികൃതർ നിലപാടെടുത്തതോടെ വിനോദ് ജോസഫ് കുത്തിയിരിപ്പ് സമരവും നടത്തി. ഒടുവിൽ രക്തസമ്മർദ്ദം കൂടി ആശുപത്രിയിലായി. കാഞ്ഞങ്ങാട് ഡിപ്പോയിലായിരുന്നു സംഭവം. ഊതിക്കാനുള്ള ഉഷാർ ശമ്പളം തരുന്നതിലും കാണിക്കണമെന്നും വിനോദ് ആവശ്യപ്പെട്ടിരുന്നു. ചുള്ളിക്കര സ്വദേശിയായ വിനോദ് ജോസഫിന് ശനിയാഴ്ച ഡ്യൂട്ടി കിട്ടിയത് പാണത്തൂർ ഇരിട്ടി റൂട്ടിലായിരുന്നു. പതിവ് നടപടിക്രമം എന്ന നിലയിൽ ചെക്കിംഗ് ഇൻസ്പെക്ടർ ബ്രീത്ത് അനലൈസറുമായി എത്തിയപ്പോഴാണ് വിനോദിന്റെ പ്രതിഷേധവും പ്രതികരണവും ഉണ്ടായത്. ലോക്ക് ഷീറ്റ് വാങ്ങി ബസ് തിരിച്ചിട്ട് കണ്ടക്ടറെ കാത്തിരിക്കുമ്പോഴാണ് ബ്രീത്ത് അനലൈസറിൽ ഊതാത്ത ഡ്രൈവർക്ക് ഡ്യൂട്ടി നൽകാനാകില്ലെന്ന് അധികൃതർ പറഞ്ഞത്. മാസം തീരാറായിട്ടും പാതി ശമ്പളമേ കിട്ടിയിട്ടുള്ളൂ. ഇതിൽ പ്രതിഷേധിച്ചാണ് ഊതാതിരുന്നതെന്ന് ലോക്ക് ഷീറ്റിൽ അദ്ദേഹം എഴുതി നൽകി. ലോക്ക് ഷീറ്റ് തിരികെ വാങ്ങിയ അധികൃതർ ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടി മറ്റൊരു ഡ്രൈവർക്ക് നൽകി. 2.5 മണിക്കൂറോളം വിനോദ് ജോസഫ് ഡിപ്പോയിൽ കുത്തിയിരുന്നു. ഇതിനിടയിലാണ് രക്തസമ്മർദ്ദം കൂടി ജില്ലാ ആശുപത്രിയിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചത്. മാസത്തിന്റെ തുടക്കത്തിൽ കിട്ടുന്ന ശമ്പളം ഇങ്ങനെ വൈകിയാൽ എങ്ങനെ ജീവിക്കുമെന്ന് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി കൂടിയായ വിനോദ് ജോസഫ് ചോദിക്കുന്നു. പകുതി ശമ്പളം തന്നെ കിട്ടിയിട്ട് 2ാമത്തെ ആഴ്ചയാണ്. 3 ആഴ്ച കഴിഞ്ഞിട്ട് ബാക്കി തന്നതുമില്ല. വീടിൻ്റെതുൾപ്പെടെ പല വായ്പകളുടെ ഗഡു അടയ്ക്കാനും സാധിക്കുന്നില്ല. ജൂണിൽ ശമ്പളം കിട്ടാത്തതിനാൽ മക്കൾക്ക് പുസ്തകം വാങ്ങിക്കൊടുക്കാൻ പോലും ഡ്രൈവർമാരും കണ്ടക്ടർമാരും ബുദ്ധിമുട്ടി. മുൻപ് ഓവർ ടൈം, കളക്ഷൻ ബത്ത എന്നിവ അന്നു കിട്ടിയിരുന്നു. ഇപ്പോൾ ഒരു ചായ കുടിക്കാൻ പോലും കയ്യിൽ കാശില്ലാത്ത അവസ്ഥയാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതേസമയം ജീവനക്കാരുടെ ശമ്പളം ഒറ്റ ഗഡുവായി 1-ാം തീയതി തന്നെ കൊടുക്കാൻ സംവിധാനം വരുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഇന്ന് നിയമസഭയിൽ വ്യക്തമാക്കി. അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടക്കുകയാണെന്നും ബാങ്ക് വായ്പ എടുക്കാനുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചു വരികയാണെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. KSRTC കൂടുതൽ AC ബസ്സുകളിലേക്ക് മാറുമെന്നും ഗണേഷ് കുമാർ നിയമസഭയിൽ അറിയിച്ചു. കാലാവസ്ഥാ മാറ്റവും മാറി വരുന്ന ആവശ്യങ്ങളും പരിഗണിച്ച് സൗകര്യമുള്ള ബസ്സുകൾ ഇറക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.